ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എടാ, ഇന്ന് നമ്മൾ ഇനി പ്രോബ്ലം ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിട്രഞ്ച്മെന്റ് കോമ്പൻസേഷന്റെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതൊന്നും അങ്ങനെ ചോദ്യം വരാറില്ല. ഇന്ന് പ്രോബ്ലത്തിന് മുൻപായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രോബ്ലം എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അലവൻസസ് ആണ്. അലവൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്ത പേരിൽ കുറെ എമൗണ്ടുകൾ നമുക്ക് അലോ ചെയ്തു തരും നമ്മുടെ എംപ്ലോയർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെ കിട്ടുന്ന അലവൻസസ് ചിലത് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും, ചിലത് പാർട്ട്ലി ടാക്സബിൾ ആയിരിക്കും. അതിനർത്ഥം എന്താ? പാർട്ട്ലി ടാക്സബിൾ എന്ന് പറഞ്ഞാൽ പാർട്ട്ലി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. എന്നാൽ ചിലത് അത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ വേറെ വേറെ വേർതിരിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അലവൻസസ് നമുക്ക് പഠിക്കാം. എന്തായാലും അലവൻസസ് ഫുള്ളി ടാക്സബിൾ എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം, ഫുള്ളി എക്സംപ്റ്റ് ഏതാന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ പാർട്ട്ലി ടാക്സബിൾ ആയിട്ടുള്ളതും അത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഡിസ്കഷൻ ഈ അലവൻസസിന്റെ ഓരോ ഐറ്റം എടുത്തിട്ട് നമ്മൾ ഏത് രീതിയിലായിരിക്കും ടാക്സബിലിറ്റി വരിക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾക്ക് ആ എമൗണ്ടുകൾ എല്ലാം 10-20 കേസ് ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും ആ 20 നിങ്ങൾക്ക് ഒരിക്കലും പഠിച്ച് മനസ്സിൽ നിർത്താൻ കഴിയൂല. പക്ഷെ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 3-4 ഐറ്റംസേ ഉള്ളൂ. ആ 3-4 ഐറ്റംസുകൾ, 3-4 എന്നല്ല, കുറച്ച് ഐറ്റംസുകൾ ഉണ്ട്. ആ ഐറ്റംസുകൾ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. 20ഓളം ഐറ്റംസുകൾ ഉണ്ട്, പക്ഷെ അതൊന്നും ചോദിക്കലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം എടുത്തിട്ടിട്ടില്ല. ആവശ്യമുള്ളത് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇതൊന്നും പഠിച്ച് ഓരോ സംഖ്യകളും പഠിക്കൽ നടക്കൂല. അപ്പം ചോദിക്കൽ ഇത് മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും, അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് മാത്രം എന്ന് പറഞ്ഞാൽ ചിലത് ഒരു 3-4 എടുത്തിന് അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 3-4 അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അലവൻസസ്. ഒരുപാട് പേരുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന്, കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് അലവൻസ്. ഒരാള് വീട്ടിൽ നിന്നും ഓഫീസിലേക്കും ഓഫീസിൽ നിന്നും വീട്ടിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എംപ്ലോയർ വല്ല പൈസയും ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലൈൻഡ്, ഡഫ്, ഡംബ്, ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എംപ്ലോയർ അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാസം പെർ മന്ത് ആണ് 3200 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. പെർ മന്ത് ആണ്, ശ്രദ്ധിക്കണേ, പെർ മന്ത് 3200. ബാക്കിയുള്ളവരെ കേസല്ല പറഞ്ഞത്. ഡഫ്, അന്ധ, ബധിര, മൂക, മന്ദബുദ്ധി ഇങ്ങനെയൊക്കെ നമ്മൾ പറയല്ലോ. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട്, ബ്ലൈൻഡ്, ഡഫ്, ചെവി കേൾക്കാത്ത ആളുകള്, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളുകള്, അംഗവൈകല്യമുള്ള ആളുകള്, ഇവരെ ഓഫീസിൽ നിന്ന് ഹോമിലേക്കും ഹോമിൽ നിന്നും ഓഫീസിലേക്കും കൊണ്ടുപോയി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരം ആളുകൾക്ക് 3200 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളെ മനസ്സിൽ എന്താ വേണ്ടത്? ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3200 എന്താണ് ഇത്തരം ആളുകൾക്ക് എക്സംപ്റ്റഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 കാര്യമാണ് നമ്മൾ അടുപ്പിച്ച് പറയുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നല്ല പോലെ ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ 2 ക്വസ്റ്റ്യനില്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസും. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല പോലെ മനസ്സിലുണ്ടാവുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയർ നമുക്ക് എന്തെങ്കിലും ആ എംപ്ലോയിക്ക് വല്ല പൈസയും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം 100 രൂപ വെച്ചിട്ട് ഓരോ കുട്ടികൾക്കും കിട്ടും. എക്സംഷൻ. ഉദാഹരണം, ഇപ്പൊ 1000 രൂപ എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. എംപ്ലോയർ 1000 രൂപ കുട്ടികളെ വിദ്യാഭ്യാസ ചെലവിന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അലവൻസ് തരുന്നുണ്ട് എന്ന് എഴുതുക. ഈ 1000 എക്സംപ്റ്റഡ് അല്ല. നമുക്ക് എത്ര കുട്ടികൾ ഉണ്ട് നോക്കുക.
എനിക്ക് 2 കുട്ടികളാണുള്ളത് എങ്കിൽ ഒരു മാസം ഒരു കുട്ടിക്ക് 100 വെച്ചിട്ട് എനിക്ക് 12 മാസം കിട്ടും. അങ്ങനെ രണ്ടാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്കും കിട്ടും. എന്താ പറഞ്ഞേ? അപ്പോ 1000 മാസം മാസം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടുന്നുണ്ട്? 12,000 രൂപ കിട്ടുന്നുണ്ട്. ശരിക്കും 12,000 രൂപ കിട്ടുന്നുണ്ട്. എനിക്ക് എക്സംഷൻ എത്ര വരുള്ളൂ? 200 ഇൻറ്റു 12. 200 ഇൻറ്റു 12 എന്ന് പറയുമ്പോ എത്ര വരികടാ? എത്ര വരിക? 2,400 വരിക. അപ്പൊ എക്സംഷൻ എനിക്ക് 2,400 കിട്ടുള്ളൂ. ഒരു കുട്ടിക്ക് 100 രൂപ ഒരു മാസം വെച്ച് കിട്ടും എന്നാണ് പറഞ്ഞത്. ഒരു കുട്ടിക്ക്, അതെ 2,400 ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക്. പക്ഷേ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരാൾക്ക് 10 കുട്ടികൾ ഉണ്ട് എന്ന് കരുതിയിട്ട് 10 കുട്ടിക്കും കിട്ടൂല. മാക്സിമം എത്ര കുട്ടികൾക്കേ കിട്ടുള്ളൂ? 2 കുട്ടികൾക്കേ കിട്ടുള്ളൂ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് അപ്പൊ എക്സംഷൻ എത്ര? ഫുള്ളി എക്സംപ്റ്റഡ് ആണോ? അല്ല. ഫുള്ളി ടാക്സബിൾ ആണോ? അല്ല. പാർട്ലി എക്സംപ്റ്റ് ആണ്. എത്ര വരിക? മാക്സിമം 100 രൂപ പെർ മന്ത് കിട്ടും പെർ ചൈൽഡ്. ഒരു കുട്ടിക്ക് 100 രൂപ ഒരു മാസം വീതം കിട്ടും. പക്ഷെ മാക്സിമം കുട്ടികളുടെ എണ്ണം 2 എടുക്കുള്ളൂ. നിങ്ങൾ 4, 5, 6, 8, 10 ഉണ്ടായിക്കോട്ടെ. പക്ഷെ മാക്സിമം നമ്മൾ എത്ര അലോ ചെയ്യുള്ളൂ? 2 അലോ ചെയ്യുള്ളൂ. ഇൻകം ടാക്സ് ആക്ട്. അടുത്തത് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറഞ്ഞ എംപ്ലോയർ വല്ല പൈസയും തരുന്നുണ്ടെങ്കിൽ, ഹോസ്റ്റൽ അലവൻസ് വല്ല പൈസയും തരുന്നുണ്ടെങ്കിൽ, നേരത്തെ എഡ്യൂക്കേഷന് 100 രൂപയാണെങ്കിൽ ഹോസ്റ്റലിന് ഒരു കുട്ടിക്ക് 300 വെച്ച് നമുക്ക് കിട്ടും. പെർ മന്ത് 300 വെച്ച് കിട്ടും. പക്ഷെ ഇവിടെയും മാക്സിമം കുട്ടികളുടെ എണ്ണം 2 വരുള്ളൂ. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഒരാൾക്ക് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ മാക്സിമം അയാൾക്ക് ഒരു വർഷം കിട്ടാവുന്ന എക്സംഷൻ എത്രയാണ്? അലവൻസ്, ഹോസ്റ്റൽ അലവൻസ് 300 ആണ് വരിക. ഒരാൾക്ക് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ മാക്സിമം അയാൾക്ക് കിട്ടാൻ പോകുന്ന എക്സംഷൻ എത്രയാണ്? എന്ന് കമന്റ് ചെയ്താൽ മതി. യെസ്, കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. നോക്കുക എങ്ങനെയാ നമ്മളത് കാണുക. 2 കുട്ടിയാണെങ്കിൽ 600 ഇൻറ്റു 12 എന്ന് ചെയ്താൽ മതി. 300 ഒരു കുട്ടി, രണ്ടാമത്തെ കുട്ടിക്ക് 300. അപ്പൊ 600 ഇൻറ്റു 12 6000. പിന്നെ 1,200, 7,200 വരും. റെഡി ആണോ? അല്ലേ? റെഡി ആണോ? അല്ലേ? സെറ്റ് ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ? യെസ്, യെസ്. ഓക്കെ. ഇനി അടുത്തത് ചിൽഡ്രൻ ഹോസ്റ്റൽ. ഇനി അണ്ടർഗ്രൗണ്ട് അലവൻസ്. ഈ മൈനിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് മാക്സിമം ഒരു മാസം 800 വെച്ച് കിട്ടും. ഇനി ട്രൈബൽ ഏരിയ അലവൻസ്. ചില ആളുകളെ ട്രൈബൽ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിന് പ്രത്യേക ഒരു അലവൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. മാക്സിമം 200 രൂപ പെർ മന്ത് ആണ് കിട്ടുക. ട്രൈബൽ ഏരിയ. ഇതില് എക്സാമിന് ചോദിക്കുന്നത്, ഞാൻ വീണ്ടും പറയാം, എക്സാമിന് ചോദിക്കുന്നത് 2ഉം 3ഉം ആണ്. മറ്റത് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് എടുത്തിട്ടതാണ്. ഇത് രണ്ടുമാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി വേറെ ഏതെങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ അത് അപ്പോൾ നമുക്ക് പഠിക്കാം. ഒരുപാട് എണ്ണം ഉണ്ട്. സംഖ്യകൾ പഠിക്കാൻ ഒരിക്കലും കഴിയില്ല. പക്ഷെ ഉള്ളത് എക്സാമിന് ആവശ്യമുള്ള അല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4-5 എണ്ണം മനസ്സിലാക്കി അതെങ്കിലും കിട്ടും. അതുകൊണ്ടാണ്. ഓക്കെ. അണ്ടർഗ്രൗണ്ട് അലവൻസ് 800 പെർ മന്ത് കിട്ടും. ട്രൈബൽ ഏരിയക്ക് 200 കിട്ടും. ഓക്കെ ആണല്ലോ. ട്രൈബൽ ഏരിയയിലേക്ക് ഒരാളെ കൊണ്ടുപോയിട്ട് ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. അതുപോലെ ഹിൽ ഏരിയ വേറെ ഉണ്ട്. ഈ നോർത്ത് ഈസ്റ്റ് മീൻസ് അങ്ങോട്ട് ഒരാളെ ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കിട്ടുന്നതൊക്കെയാണ്. ഓക്കെ. അടുത്തത് നമ്മൾ അലവൻസസ് ടു എംപ്ലോയീസ് ഓഫ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. എന്താണത്? എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ദി എംപ്ലോയീസ് ഓഫ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാല്
നമ്മുടെ KSRTCയിലൊക്കെ എംപ്ലോയീസ് നമുക്കൊരു ഉദാഹരണം എടുക്കുക. അതെന്താണ്? ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ആണ്. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിലെ എംപ്ലോയീസിന് എന്തെങ്കിലും അലവൻസ് കൊടുക്കുകയാണെങ്കിൽ, എന്തിനാ അലവൻസ്? അവര് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് അധികം ട്രാൻസ്പോർട്ട് എന്നുള്ള രീതിയിലൊക്കെ അലവൻസ് വരുന്നുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് അത് എത്ര അലവൻസ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നോക്കണം. കിട്ടുന്ന അലവൻസിന്റെ 70% നോക്കുക. ഈ 70% അങ്ങനെ 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ ഒന്നും മേലോട്ട് പോകില്ല. മാക്സിമം 10,000 കിട്ടുള്ളൂ. ഉദാഹരണം, എനിക്ക് മാസത്തിൽ 14,000 രൂപ അലവൻസ് കമ്പനി തരുന്നുണ്ട്. എനിക്ക് എക്സംഷൻ എത്ര കിട്ടുക? ഈ 14,000ന്റെ 70% കാണുക. 14,000ന്റെ 70% എത്ര? 9,800 ആണോ? 70% ആണോ? 9,800 ആണോ? യെസ്, 9,800 ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് അലവൻസ് എത്ര കിട്ടുക? 70% കിട്ടുള്ളൂ. ഇനി എനിക്ക് 15,000 എന്ത് തരുന്നുണ്ട്, അപ്പൊ എത്രയായിരിക്കും എക്സംഷൻ കിട്ടുക? 15,000ന്റെ 70% ആദ്യം നോക്കുക. 15,000ന്റെ 70% എത്ര വരും? 1,500. അപ്പൊ 7,000 10,500 ആണോ? 10,500. യെസ്, 10,500. അപ്പൊ എനിക്ക് എക്സംഷൻ എത്ര കിട്ടുക? മാക്സിമം ഒന്ന് കമന്റ് ചെയ്തേ. മാക്സിമം എക്സംഷൻ എനിക്ക് എത്ര കിട്ടുക? 10,500 വരുന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടുക? 10,500 കിട്ടുവോ? 10,500 കിട്ടുവോ? ഇല്ല, മാക്സിമം 10,000 കിട്ടുള്ളൂ. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്നാമത്തത് എന്താ നോക്കണ്ടേ? എത്രയാണോ അലവൻസ് കിട്ടിയത് അതിന്റെ 70% നോക്കുക. ആ 70% കേറി പോയി 10,000ന്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 70% നോക്കിയിട്ട് കാര്യമില്ല, 10,000 കിട്ടുള്ളൂ. ഓക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. ഇനി ട്രാവലിംഗ് ഓർ ടൂർ അലവൻസ്, കൺവെയൻസ് അലവൻസ്, യൂണിഫോം അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, ഇത്രയും അലവൻസസ് ഒന്നിച്ച് എഴുതിയിട്ടുണ്ട്. എക്സംഷൻ കിട്ടുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് എന്താണോ സ്പെൻഡ് ചെയ്തത് കിട്ടും. ഉദാഹരണം, ട്രാവലിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്റെ വീട്ടിലെ ട്രാവലിംഗ് അല്ല കേട്ടോ, ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്രാവലിങ്ങിന് എംപ്ലോയർ എനിക്ക് പൈസ തന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണോ ഞാൻ ഇതിന് ചെലവാക്കിയത് അത് എനിക്ക് എക്സംഷൻ കിട്ടും. കൺവെയൻസ് അതും ഇതേപോലെ തന്നെ. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ യാത്രയാണ്. കൺവെയൻസ് എന്ന് പറഞ്ഞാൽ സിറ്റിന്റെ ഉള്ളിലുള്ള യാത്രയാണ്. അതൊന്ന് നല്ലപോലെ മനസ്സിലാക്കുക. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഇവിടുന്ന് ഓഡിറ്റ് വർക്കിന് വേണ്ടിയിട്ട് ഈ മലപ്പുറത്തുനിന്ന് ഞാൻ എറണാകുളത്തേക്ക് ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഞാൻ എറണാകുളത്തിന് എത്താൻ വരെയുള്ള അലവൻസിന് ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രാവലിംഗിലാണ് വരിക. ഇനി എറണാകുളത്തിൽ എത്തിയതിനു ശേഷം ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാണ്, അതിനെ ഞാൻ വിളിക്കുക കൺവെയൻസ് എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, പേര് മാറിയേ ഉള്ളൂ. കൺവെയൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഏതായാലും എനിക്ക് ആക്ച്വലി എന്താണോ ചെലവാക്കിയത് അത് എക്സംഷൻ കിട്ടും. യൂണിഫോം അലവൻസ്, എടാ നിങ്ങൾ സെക്യൂരിറ്റിക്കാരൊക്കെ കണ്ടില്ലേ? അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? യൂണിഫോം വേണം. യൂണിഫോം വേണ്ടി വരും. അങ്ങനെ യൂണിഫോമിന് വേണ്ടി എന്തെങ്കിലും മാസത്തിലോ കൊല്ലത്തിലോ ഒക്കെ അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അലവൻസ് എന്താണ്? എത്രയാണോ നമ്മൾ യൂണിഫോം തയ്ച്ചെടുക്കാൻ വേണ്ടി ചെലവ് വന്നത് ആ എമൗണ്ട്, ആക്ച്വൽ എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടും. ആക്ച്വലി എത്രയാണോ ചെലവ് അതിൽ ഏറെ അഡ്വാൻറ്റേജ് വന്നാൽ അത് ടാക്സബിൾ ആയിരിക്കും. ഇനി ഡെയിലി അലവൻസ്, ഡെയിലി അലവൻസ് എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഡേ ടു ഡേ കാര്യങ്ങൾക്കൊക്കെ ചെലവാണെന്ന് കരുതുക. അത് കഴിഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? അലവൻസ് നമുക്ക് കിട്ടും. ഇത് ഹെൽപ്പർ അലവൻസ് പറഞ്ഞാൽ ഓഫീസിൽ നമുക്കൊരു ഹെൽപ്പറിനെ എംപ്ലോയർ വെച്ച് തന്നിട്ടുണ്ട്. ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ വീട്ടിൽ ചായയും പിന്നെ അടിച്ചു തരാനും മറ്റിനും വേണ്ടിയിട്ടുള്ള ഹെൽപ്പർ അല്ല. ഓഫീസ് പ്രത്യേക ഏരിയ, എല്ലാതും ഓഫീസാണ്. ഇത് ഹെൽപ്പർ എന്ന് പറയുമ്പോൾ അതും കൂടെ ഓഫീസിന് കൃത്യമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാം ആക്ച്വലി എത്രയാണോ സ്പെൻഡ് ചെയ്തത് അത് കിട്ടും കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? കമന്റ് ചെയ്യടാ. ഇത്രയും ഭാഗം, ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അടുത്തത് നമ്മൾ നല്ലൊരു ടോപ്പിക്കിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാം. അതിന്റെ ഇടയിൽ ഒരു കോൾ കൂടെ വന്നു. അത് ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഓക്കെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്പേഴ്സ് നല്ലപോലെ പഠിക്കുക, ഇത് വിട്ടുപോകരുത്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഈ രണ്ടെണ്ണം കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന മറ്റൊരു അലവൻസ് ആണ്, പേരേതാ? ഹൗസ് റെന്റ് അലവൻസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങള് ഇപ്പൊ ഇവിടെ ഞാൻ ചോപ്പിൽ കുറച്ച് മാർക്ക് ചെയ്തിട്ടില്ലേ? ചോപ്പിൽ കുറച്ച് മാർക്ക് ചെയ്തില്ലേ? കാണുന്നുണ്ട് നിങ്ങള്? 1, 7, 8, 10. യെസ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ട് റെജീം നമുക്കുണ്ട്. രണ്ട് രീതിയിൽ, ന്യൂ ടാക്സ് റെജീമും അതുപോലെ തന്നെ ഓൾഡ് ടാക്സ് റെജീമും. നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണ്ട, പിന്നത്തെ 2.5 ലക്ഷത്തിന് 5%, പിന്നത്തെ 2.5 ലക്ഷത്തിന് 20%, പിന്നത്തെ 2.5 ബാക്കി അങ്ങനെയുള്ളതിന് 30% എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ടാക്സ് രണ്ട് രീതിയിൽ. അതേപോലെ തന്നെ വേറൊരു ടീം, അവർക്ക് ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണ്ട, പിന്നെ 3 ലക്ഷത്തിന് 3%, പിന്നത്തെ 4 ലക്ഷത്തിന് 5%, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കേസ്. രണ്ട് ടാക്സ് റെജീം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾഡും ന്യൂ. എന്നിട്ട് ഏതാ ബെസ്റ്റ് എന്ന് വെച്ചപ്പോ നിങ്ങളൊക്കെ ന്യൂ എന്ന് പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഓൾഡ് റെജീമും ന്യൂ റെജീമും ഓർക്കുന്നുണ്ടോ? യെസ്. ആ ന്യൂ റെജീമിലുള്ള ആളുകൾക്ക് ആകെ കിട്ടുന്ന എക്സംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചോപ്പിലിട്ടത് മാത്രം. ഓൾഡ് റെജീമുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന എല്ലാ എക്സംഷനും കിട്ടും, HR അടക്കം. പക്ഷെ ന്യൂ റെജീമിലുള്ള ആളുകൾക്ക് അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഓർക്കില്ല, 15 ലക്ഷം വരെ ഇങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നതൊക്കെ. അപ്പൊ ആ ആളുകൾക്ക് പക്ഷേ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ചതിക്കുഴിയാണ് എന്നുള്ളത്. ആ ചതിക്കുഴി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ HR ഉണ്ടെങ്കിൽ കിട്ടൂല, ഇങ്ങനെ പല അലവൻസും, കുട്ടികളെ ഇത്തരം അലവൻസുകൾ പലതും കിട്ടൂല. ഇത് മാത്രമല്ല, ഇനിയും വരാനുണ്ട് ഒരുപാട്. അതൊന്നും കിട്ടൂല. കിട്ടുന്നത് ഏതാ? ന്യൂ റെജീം ഉള്ള ആളുകൾക്ക് 1, 7, 8, 10 ഈ 4 കിട്ടുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ബാക്കി ഈ ഓൾഡ് റെജീം ഉള്ള ആൾക്കാർക്ക് എല്ലാതും കിട്ടും. അപ്പൊ ചോപ്പിലിട്ടത് എന്താണ്? കമന്റ് ചെയ്യടാ. ചോപ്പിലിട്ടത് ന്യൂ റെജീം സെലക്ട് ചെയ്ത, അതായത് 115 BAC സെക്ഷൻ പ്രകാരം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. അവർക്ക് ഡിഡക്ഷൻ അല്ലെങ്കിൽ എക്സംഷൻ ഏത് മാത്രമേ കിട്ടുള്ളൂ? 1ാമത്തത്, 7ാമത്തത്, 8ാമത്തത്, 10ാമത്തത്. അത്രേ അതുള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സാമിൽ ന്യൂ റെജീമും ഓൾഡ് റെജീം ഒന്നും വിഷയമേ അല്ല. പക്ഷെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം പറയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന HRA ആണ്, ഹൗസ് റെന്റ് അലവൻസ്. എടാ, നമ്മൾ ഹൗസിന് പല രീതിയിൽ റെന്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ റെന്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, അല്ല പിന്നെ നമ്മുടെ എംപ്ലോയർ അലവൻസ് തരുന്നുണ്ടെങ്കിൽ, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞ പൈസ തരുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന എക്സംഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗസ് റെന്റ് അലവൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ വീടിന് റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയർ നമുക്ക് തരുന്ന അലവൻസ് ആണ്. അങ്ങനെ ഒരു അലവൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ആ 3 കാര്യത്തിൽ ഏറ്റവും കുറവ് എന്താണോ അതാണ് എക്സംഷൻ. 3 കാര്യങ്ങളിൽ ഒന്നെന്താ? 40% ഓഫ് സാലറി. ഒന്നാമത്തെ എന്താണ്? 40% ഓഫ് സാലറി. 40% ഓഫ് സാലറി. എടാ, റെക്കോർഡിങ് കാണുന്നുണ്ടോ? അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഓക്കെ ആണെങ്കിൽ 6 എന്ന് എഴുതുക. ഞാൻ സ്ലൈഡ് മറ്റൊരു രീതിയിൽ അങ്ങനെ ഇടക്കിടക്ക് മാറ്റുമ്പോൾ എഴുത്തൊക്കെ കൊളാവുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് ഓക്കെ ആണെങ്കിൽ ഓക്കെ. വോയിസ് ഓക്കെ ആണ്, നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ. 6 മതി. ഓക്കെ, റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ 40% ഓഫ് സാലറി ആണ് ഒന്നാമത്തെ കേസ്. ശ്രദ്ധിക്കുക, 40% ഓഫ് സാലറി. സാലറിന്റെ 40%. സാലറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പോകാൻ നോട്ട് കവേർഡിൽ എന്താ സാലറി പറഞ്ഞിരുന്നത്? ബേസിക് പ്ലസ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്ലസ് ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ. ഇതാണ് സാലറി എന്ന് പറഞ്ഞ. എന്താ സാലറി? അപ്പൊ സാലറിന്റെ ഇതിന്റെ 40% എടുക്കുക. അതാണ് ഒന്നാമത്തെ എക്സംഷൻ. 40% ഓഫ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ എന്താടാ? സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് എടുക്കണം, DA ഏത് എടുക്കാൻ പറ്റുള്ളൂ?
ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റിനുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്, ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ. ഫിക്സഡ് കമ്മീഷൻ എടുക്കുവോ? ഇല്ല, ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ. അടുത്തത് ആക്ച്വൽ എമൗണ്ട് എത്ര കിട്ടിയത് എന്നുള്ളത്. മൂന്നാമത്തത് നമ്മൾ കൊടുത്ത റെന്റിന്ന് 10% സാലറി കുറക്കുക. റെന്റ് കൊടുത്തത് ഒരു എത്രയാണ്? 1,50,000 നമ്മുടെ 10% സാലറിന്റെ 10% കാണുക. സാലറിന്റെ 10% ഉദാഹരണത്തിന് 1,00,000 രൂപ ഉണ്ട് എന്ന് കരുതുക. 1,00,000, 10 ലക്ഷം സാലറി ഉള്ള ഒരാൾക്ക് 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,00,000 രൂപയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ 50,000 ആണ് എന്ത് ചെയ്യുക? 50,000 ആണ് ഈ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്ന് പറയും. ഒന്നും കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് കാര്യങ്ങള്. ഒന്ന്, 40% ഓഫ് സാലറി. 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യത്തിൽ ഒന്നാമത്തത് 40% ഓഫ് സാലറി ആണ്. രണ്ടാമത്തത് HR എത്രയാണോ ആക്ച്വൽ കിട്ടിയത്. മൂന്നാമത്തത് നമ്മള് വീട് നിൽക്കാൻ വേണ്ടി, റെന്റിന് നിൽക്കാൻ വേണ്ടി റെന്റ് കൊടുത്തിട്ടുണ്ടാവൂലേ, ആ റെന്റ് പെയ്ഡ് മൈനസ് നമുക്ക് കിട്ടിയ സാലറിന്റെ 10%. ഇതിൽ ഏതാണോ ഏറ്റവും കുറവുള്ളത് അതാണ് എക്സംഷൻ. പറഞ്ഞത് ക്ലിയർ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം. കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ വോയിസിൽ കൃത്യമായിട്ട് വരിക ഏത് ഏരിയയിലാണ് പ്രശ്നം എന്നുള്ളത് കേട്ടോ, എന്നാലേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉള്ളത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 40% സാലറി എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് 50% ഓഫ് സാലറി ഉണ്ട്. അത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെട്രോ സിറ്റിയിലാണ്. മെട്രോ സിറ്റി എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലായിടത്തും മെട്രോ ഉണ്ട് അല്ലെ, നമ്മുടെ ഈ കൊച്ചിയിൽ വരെ ഉണ്ട്. പക്ഷെ ഇൻകം ടാക്സ് പറഞ്ഞിട്ടുള്ള മെട്രോ സിറ്റി എന്ന് പറഞ്ഞാൽ ഈവൻ ഹൈദരാബാദ് പോലും, ഹൈദരാബാദിൽ മെട്രോ ഉണ്ടെങ്കിൽ 4 സ്ഥലങ്ങളാണ്. ഒന്ന് മുംബൈ, മറ്റൊന്ന് ഡൽഹി, മറ്റൊന്ന് കൊൽക്കത്ത, മറ്റൊന്ന് ചെന്നൈ. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. ഈ 3 നഗരങ്ങളിലാണെങ്കിൽ 40% പകരം എത്ര എടുക്കുക? 50% എടുക്കുക. 40% പകരം എത്ര എടുക്കടാ? 50% എടുക്കുക. ഈ സ്ഥലങ്ങൾ മനസ്സിൽ നിന്ന് പോവോ? ഏതൊക്കെയാന്നുള്ളത് മനസ്സിൽ നിൽക്കുവോ? കമന്റ് ചെയ്തേ. 4 കൊണ്ടിട്ട് കമന്റ് ചെയ്തേ. ഏതൊക്കെയാന്ന് എല്ലാവരും 4 സിറ്റികൾ ഒന്ന് കമന്റ് ചെയ്തേ. മനസ്സിന്ന് പോവരുത്. കമന്റ് ചെയ്യാ. യെസ്, മതി. ഓക്കെ, അത് മതി. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇതിൽ ഏറ്റവും നമ്മൾ അടുത്ത പ്രദേശം ഏതാണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഏറ്റവും അടുത്ത പ്രദേശം ഏതാണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? കമന്റ് ചെയ്തോളൂ. യെസ്. ചെന്നൈ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ തലസ്ഥാനാണ്. അപ്പം നമ്മുടെ തലസ്ഥാനം അല്ലെങ്കിൽ ചെന്നൈ ആണല്ലോ ഭരണപ്രദേശം, ഭരിക്കണ തിരുവനന്തപുരം എന്ന് പറഞ്ഞ പോലെ. ആ ഭരിക്കണ ഇപ്പത്തെ പാർട്ടിന്റെ പേരൊന്ന് കമന്റ് ചെയ്തേ. ഇപ്പത്തെ പാർട്ടിന്റെ പേര്. ചെന്നൈ ഭരിക്കുന്ന. യെസ്, വൈശാഖ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എന്താ പാർട്ടിന്റെ പേര്? ചെന്നൈ ആണ്. അവിടെ ഇപ്പൊ ഭരിക്കണ പാർട്ടിന്റെ പേരാണ് ചോദിച്ചത്. വൈശാഖ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ നോക്കുക ആരാണെന്നുള്ളത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത ഇവരാ കൂടിയിട്ടാണ് ചെന്നൈ ഭരിക്കാൻ പോകുന്നത്.
ഓർക്കാൻ വേണ്ടിയിട്ടാണ് DMK, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. നിങ്ങൾ കരുതിണ്ടാവും ഞാൻ നിങ്ങളെ ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യാന്നല്ലേ? ഇൻകം ടാക്സ് എടുക്കുന്ന എനിക്ക് എന്ത് ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യാന്? മറന്നു പോകരുത് ഏതൊക്കെയാണ്. ഇപ്പൊ ഇനി മനസ്സിന്ന് പോവോ ഏതൊക്കെയാന്നുള്ളത്? ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത. ഓക്കെ, യെസ്, സെറ്റ്. അപ്പൊ ഈ 4 നഗരങ്ങളിലാണെങ്കിൽ 40% എന്നുള്ളതിന് പകരം എത്ര ശതമാനം എടുക്കുക? 50% എന്നെടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ വരാം. HRAയുടെ ചെറിയ 1-2 എക്സാമ്പിൾ ഒക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. വേറെ എന്തൊക്കെ പേരിൽ അലവൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിലും, നമ്മളിപ്പോ പറഞ്ഞതല്ലാത്ത എന്തൊക്കെ അലവൻസ് പേരുണ്ടെങ്കിലും അതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. അതിന് പിന്നെന്താണ്, മാരേജ് അലവൻസ് എന്നോ മെഡിക്കൽ അലവൻസ് എന്നോ ഭാര്യക്ക് എന്താണ് എന്താ ആനിവേഴ്സറിയാ, ഡെത്ത് എന്താ മാരേജ് ആനിവേഴ്സറിക്കോ എന്തിനൊക്കെ കൊടുക്കുന്ന പേരിൽ എന്തൊക്കെ പൈസ തരികയാണെങ്കിലും മാരേജ് അലവൻസ് അല്ലെങ്കിൽ എന്താ പിന്നെ മെഡിക്കൽ അലവൻസ് എന്ത് പേരുകൾ ഇട്ടോളി, ടിഫിൻ അലവൻസ്, ഇതൊക്കെ എക്സംപ്റ്റഡ് ആണ്. ഇതൊക്കെ എന്താണ് ടാക്സബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ മീലിന് ഒരു 50 രൂപ മീൻസ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ പെർക്വിസിറ്റിൽ വരും. അതിലല്ല, അത് ഞാൻ വേറെ പറയാം, അതിലല്ല ഉള്ളത്. ഓക്കെ, വേറെ എന്ത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാത്ത വേറെ എന്ത് പേരുകൾ കണ്ടാലും ക്വസ്റ്റ്യനിൽ കണ്ടാലും തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാ, വേറെ കുറച്ച് അലവൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹിൽ ഏരിയ അലവൻസ് അങ്ങനെയൊക്കെയാണ്, അത് നമുക്ക് വേറെ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്തോളി, ധൈര്യമായിട്ട് ടാക്സബിൾ നിട്ടോളി കേട്ടോ. ഓക്കെ, മെയിൻ ആയിട്ട് ഇതാണ് നമ്മൾ തന്നിട്ടുള്ളത്. ബാക്കിയൊന്നും അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സാധനമല്ല, അതുകൊണ്ട് അത് വരൂല. ഓക്കെ, രണ്ടാമത്തത് ഞാൻ പറഞ്ഞു 1, 7, 8, 10 ഇതിലുള്ള ആളുകൾക്ക് ഇത് മാത്രമേ നമ്മുടെ ന്യൂ റെജീം എടുക്കുന്ന ആളുകൾക്ക് എന്തുള്ളൂ, എക്സംഷൻ ഉള്ളൂ. ഈ അസസി ഓപ് ടു 115, 111 BSc, then above exemption are not available except 1, 7, 8, 10. 1, 7, 8, 10 ഒഴികെ ബാക്കിയുള്ളതെല്ലാം അലവൻസ് അനുവദിക്കൂല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ചോപ്പിലിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇതിന്റെ കൂടെ ശ്രദ്ധിക്കുക, എല്ലാ അലവൻസ് എന്ന് പറഞ്ഞപ്പോ എന്റർടൈൻമെന്റ് അലവൻസ് ടാക്സബിൾ ആണ്. പക്ഷെ ഗവൺമെന്റ് എംപ്ലോയിക്ക് ടാക്സ് ഒക്കെ കാൽക്കുലേഷൻ ചെയ്തതിനു ശേഷം ഡിഡക്ഷൻ ഉണ്ട്. അത് ഞാൻ വേറെ തന്നെ പറയാം. എക്സംഷനും ഡിഡക്ഷനും തമ്മിൽ നല്ല മാറ്റമുണ്ട്. പേര് സ്വഭാവം ഒന്നാണെങ്കിലും കാര്യത്തിന് നല്ല മാറ്റമുണ്ട്. സ്വഭാവം ഒന്നാണെങ്കിലും നല്ല മാറ്റമുണ്ട്. ടാക്സബിൾ ആണ് പക്ഷേ ഡിഡക്ഷൻ കിട്ടും. അതിനല്ലേ എക്സംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. പക്ഷെ ഇൻകം ടാക്സിൽ എക്സംഷനും ഡിഡക്ഷനും തമ്മിൽ മാറ്റമുണ്ട്. എക്സംഷൻ എന്ന് പറഞ്ഞാൽ സാലറിയിൽ ഇൻക്ലൂഡേ ചെയ്യൂല. പക്ഷെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം പിന്നീട് വേറൊരു സ്ഥലത്ത് എമൗണ്ട് കുറക്കുന്നതിനാണ് ഡിഡക്ഷൻ എന്ന് പറയുക. രണ്ടും ചെറിയ മാറ്റമാണ്, പക്ഷെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഞാൻ HRAയുടെ ചെറിയ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യേ നോക്കട്ടെ. HRന്റെ ചെറിയ 1-2 കാൽക്കുലേഷൻ ഞാനിവിടെ എടുത്തിടാം. അതിന് നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി. അതിന് മുമ്പായിട്ട് നിങ്ങൾ HRA എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നത്. നിങ്ങൾ HRAക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. HRAയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്, ആ 4 എക്സംഷൻ ഉണ്ടല്ലോ, അത് ഏതൊക്കെയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. HRA 4 3 ആ 3 ഇതില്ലേ, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ് എന്ന് പറഞ്ഞില്ലായിരുന്നോ?
ആ 3 കാര്യങ്ങൾ HR എന്തൊക്കെയാന്നുള്ളത് കമന്റ് ചെയ്തോളി. ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടോളി. ഓർക്കാൻ വേണ്ടിയിട്ടാണ്. എഴുതിട്ടോളി. അപ്പൊ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി ഉണ്ടാക്കട്ടെ ചെറുതായിട്ട് ട്ടോ. അങ്ങനെ എഴുതിട്ടോളി. എല്ലാവരും ആ കമന്റിലുള്ള ഇങ്ങനെ കണ്ടോളി. അപ്പൊ അത് മനസ്സിൽ നിന്നോളൂ. കമ്മീഷൻ ഓക്കെ. യെസ്, ആ മതി. എല്ലാവരും എഴുതിയ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കാര്യം. ഒരു എംപ്ലോയി ഉണ്ട്. ഇനി മതിയടാ. ഒരു എംപ്ലോയി ഉണ്ട്. എംപ്ലോയിന്റെ ബേസിക് സാലറി മിസ്റ്റർ എക്സ് ആണ്. ബേസിക് സാലറി 10,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. DA 3,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. കമ്മീഷൻ 3,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. ഇയാൾക്ക് ഓരോ മാസം HR ആയിട്ട് എംപ്ലോയർ എത്ര കൊടുക്കുന്നുണ്ട്? 5,000 കൊടുക്കുന്നുണ്ട്. ഓക്കെ. റെന്റ് പേ ചെയ്യുന്നത് മാസം 3,000 വെച്ചിട്ട് ഇയാൾ റെന്റ് പേ ചെയ്യുന്നുണ്ട്. നമ്മളോട് 2 രീതിയിലുള്ള കാൽക്കുലേഷനാണ് ചെയ്യാൻ പറഞ്ഞത്. ഒന്ന്, ഇയാൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ തന്നെ താമസിക്കുന്നത്, വർക്കും താമസമൊക്കെ ഒരു സ്ഥലത്ത് തന്നെ. ഒന്ന്, ഇയാൾ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ തന്നെ താമസിക്കുന്നത് മനസ്സിലാക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന എക്സംഷൻസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കേസ് എടുക്കുക. അയാൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കൊച്ചിയിലാണെങ്കിൽ അയാളെ എക്സംഷൻസ് കാണാൻ നമ്മൾ 3 ക്രൈറ്റീരിയ പറയും. അതിൽ മൂന്നാമത്തെ എക്സംഷൻ നമ്മൾ നോക്കുന്നുള്ളൂ. ആദ്യം 3 ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള എമൗണ്ട് കമന്റ് ചെയ്യുക എല്ലാവരും. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താ? അത് നിങ്ങൾ ഓൾറെഡി എഴുതിയതാ. 40% ഓഫ് സാലറി. 40% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ അത് എത്രയാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. 40% ഓഫ് സാലറി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞോളി. ഒരു മാസത്തെ അല്ല കേട്ടോ. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. ജൽദി. $72,000 ഒരാൾ കമന്റ് ചെയ്തത്. 72,000 ആണോടോ? നോക്കാം നമുക്ക്. ബേസിക് 10,000 ഇൻറ്റു
12, അപ്പൊ എത്ര വരും? 1,20,000 വരും. DA 3000 ഇൻറ്റു 12, അപ്പൊ എത്ര വരും? എത്ര വരും? ടേൺ ഓവർ അല്ല, കമ്മീഷൻ എടുക്കാൻ പാടില്ല കേട്ടോ, കമ്മീഷൻ എടുക്കാൻ പാടില്ല, ടേൺ ഓവർ അല്ല. അതുകൊണ്ട് 3000 ഇൻറ്റു 12 എത്ര വരും? 36,000 വരും. 36,000 ടോട്ടൽ ചെയ്യുമ്പോൾ 1,56,000 വരും. 1,56,000 വരും അല്ലെ? 1,56,000 അല്ലേടാ വരിക ടോട്ടല്. നമ്മുടെ സാലറിന്റെ കാര്യത്തിലുള്ള കമ്മീഷൻ HRA കാൽക്കുലേഷൻ ഉള്ളത് 1,56,000 1,56,000 40% എത്രയടാ? 1,56,000 40% 62,400 ആണ് അല്ലെ? അപ്പൊ ഒന്നാമത്തത് 62,400. രണ്ടാമത്തത് എന്താടാ? രണ്ടാമത്തത് HRA received. HRA received എത്ര? കമന്റ് ചെയ്യ്. HRA received എത്ര? കമന്റ് ചെയ്യ്. 5,000 ഒരു മാസം. ടോട്ടൽ അപ്പൊ പറയ്. 60,000. മൂന്നാമതാ കഴിഞ്ഞു. 60,000 എല്ലാവർക്കും മനസ്സിലായില്ലേ? മൂന്നാമത്തത് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെന്റ് എത്ര പേ ചെയ്തത്? റെന്റ് 3,000 വെച്ചിട്ട്, അപ്പൊ 36,000 മൈനസ് 10% ഓഫ് സാലറി. 10% ഓഫ് സാലറി എത്ര? 1,56,000 ആണ് സാലറി എങ്കിൽ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 15,600. അതെങ്ങനെ കിട്ടിയേ? 1,56,000 ഇൻറ്റു 10/100 നെയ്യാ. അല്ലെങ്കിൽ ഒന്നുമില്ല, 10 ആണെങ്കിൽ ഒരു സ്ഥാനം വെട്ടിയാൽ മതി. 15,600. അപ്പൊ 36,000 നിന്ന് 15,600 കുറച്ച് എത്ര വരിക? എത്ര വരിക? 20,400. 20,400 ആണെങ്കിൽ എക്സംഷൻ എത്രാമത്താണോ? ഒന്നാമത്താണോ, രണ്ടാമത്താണോ, മൂന്നാമത്തതാണോ എക്സംഷൻ? എക്സംഷൻ ഏതാ? മൂന്നാമത്തത്. അതല്ലേ ലീസ്റ്റ് സംഖ്യ? അതല്ലേ ലീസ്റ്റ്? അപ്പൊ ഇതാണ് എക്സംഷൻ 20,400. ഡൗട്ട് ഉണ്ടോ? ഇനി ടാക്സബിൾ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ കമന്റിൽ എഴുതുക? ടാക്സബിൾ എന്ന് ചോദിച്ചാൽ എത്ര വരിക? കിട്ടിയത് 60,000. അതിന് 20,400 കുറച്ച് കഴിഞ്ഞാൽ 39,600 ആയിരിക്കും അല്ലെ? ടാക്സബിള് 39,600 അല്ലേ ടാക്സബിൾ വരിക? കിട്ടിയതെന്ന് കുറച്ചാൽ യെസ് 39,600. ഇത്രയേ ഉള്ളൂ. ഇനി ഇയാള് ഡൽഹിയിലാണ് വർക്ക് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് പറയും, നമ്മളെ ടൈം കഴിയാനായിട്ടുണ്ട്. ഓക്കെ ആണ്. യെസ്. ഇനി ഇതേ കേസിൽ ഡൽഹി ആണെങ്കിൽ എന്താ മാറ്റം ഉണ്ടാവുക? ഡൽഹി ആണെങ്കിൽ ഏതിലാ മാറ്റം ഉണ്ടാവുക? ഒന്നാമത്തേലാണോ, രണ്ടാമത്തേലാണോ, മൂന്നാമത്തേലാണോ മാറ്റം ഉണ്ടാവുക? ഇയാൾ വർക്ക് ചെയ്യുന്നത് ഡൽഹി ആണെങ്കിൽ ഒന്നാമത്തേലാ മാറ്റം ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തത് എന്തായി മാറും? 50% ഓഫ് സാലറി എന്നായി മാറും. 50% ഓഫ് സാലറി. 50% ഓഫ് സാലറി എത്ര ഉണ്ടാവുക? കമന്റ് ചെയ്തേ. 50% ഓഫ് സാലറി എത്ര ഉണ്ടാവുക? 78,000. ഒന്നാമത്തത്. രണ്ടാമത്തേല് മാറ്റം ഉണ്ടാവുമോ? 60,000. മൂന്നാമത്തേല് മാറ്റം ഉണ്ടാവുമോ? 20,400. അതൊന്നും മാറ്റം ഉണ്ടാവില്ല. മാറ്റം ഉണ്ടാവുമോ? മാറ്റം ഉണ്ടാവൂടാ. 2, 3 എന്തേ മാറ്റം ഉണ്ടാവുമോ?
ഇല്ല. അപ്പൊ അപ്പൊ ലീസ്റ്റ് ഏതാ? ഒന്നാമത്താണോ രണ്ടാമത്താണോ മൂന്നാമത്താണോ? മൂന്നാമത്തെ. അപ്പൊ ഇയാളെ കേസിലും ടാക്സിന് വലിയ മാറ്റമൊന്നുമില്ല. ഏത് തന്നെയാണ് ലീസ്റ്റ് സംഖ്യ 20,400 വന്നുകൊണ്ട് മാറ്റമൊന്നുമില്ല. യെസ്. എടാ കൊച്ചിയിലും ഡൽഹിയിലും ഒരേ റെന്റാ കൊടുക്കണമെങ്കിൽ പിന്നെന്തിനാണ് അയാൾക്ക് മാറ്റം? ഡൽഹിയിൽ എത്തുമ്പോ റെന്റ് കൂടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പരിഗണന നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ ഇന്ന് തൽക്കാലം. കൺഫ്യൂഷനിലല്ലോ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂടാ. നമുക്ക് ഇങ്ങനെ ഓരോന്നും നിങ്ങൾ കറക്റ്റ് റൂട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ അത് കറക്റ്റ് അത് കഴിഞ്ഞ് അങ്ങനെ പോകും. ഓക്കെ, ഇതൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രൂപ്പ് ഇതിൽ നോക്കി കഴിഞ്ഞാൽ, നോട്ട്സിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. യെസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി നാളെ വീണ്ടും കാണാം. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്. ഇപ്പൊ അത്യാവശ്യം സാലറി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞായറാഴ്ച ഏതെങ്കിലും ഒരു സമയത്ത് സാലറി ഫുൾ ഒന്ന് റിവൈസ് ചെയ്യാം. സാലറി വേണോ അതല്ല ഒന്നാമത്തെ ചാപ്റ്റർ വേണോ? നിങ്ങൾ പറ. സാലറി ആണോ വേണ്ടത്? ഒന്നാമത്തെ ചാപ്റ്റർ ആണോ റിവിഷൻ വേണ്ടത്? ഫസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഒരാള് സാലറിക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, രണ്ടാള് സാലറിക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. കൂടുതൽ ഇപ്പൊ നിലവിൽ ഫസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സാലറി വീണ്ടും ടൈം ഉണ്ടല്ലോ. അപ്പൊ മറ്റൊരു സമയത്ത് സാലറി ഒന്നും കൂടെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓർക്കാൻ നല്ലതാ. കുറച്ച് ദിവസം അതിലിപ്പോ റിവൈസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.